അപ്പോൾ ഇന്ന് സൺഡേ നമ്മൾ പള്ളിയിൽ പോകാൻ ഇറങ്ങിയതാണ്. പള്ളി ഓറഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് ഒരു 1.25 മണിക്കൂർ ദൂരമുണ്ട്. 4:30-ക്കാണ് പള്ളിയിൽ കുർബാന. നമ്മൾ ഇപ്പോൾ സമയം എത്രയേ 12:30 ആയിട്ടുള്ളൂ. നേരത്തെ പോണതിൻ്റെ കാരണം നമ്മൾ പള്ളിയിൽ എത്തുന്നതിന് മുന്നേ വേറെ സ്ഥലത്തേക്ക് പോകണം. അതായത് ബാത്തസ്റ്റിൽ JB Hi എന്ന് പറഞ്ഞ ഷോപ്പിൽ പോകണം ഒരു സാധനം മേടിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ജസ്റ്റ് വീട്ടിൽ നിന്ന് പോന്നിട്ടുള്ളൂ. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ്, നല്ല സണ്ണി ഡേ ആണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനും നല്ല സുഖമായിട്ടോ. ഇന്ന് എല്ലാ ഞായറാഴ്ചയും മനുമോക്ക് ഡ്യൂട്ടിയാണ്. ഇന്നൊരു ഞായറാഴ്ച ഓഫ് കിട്ടി. എന്നാൽ പിന്നെ പള്ളിയിൽ പോയേക്കാന്ന് വിചാരിച്ചു. പള്ളിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇംഗ്ലീഷ് കുർബാന മാത്രമേ ഉള്ളൂ. നമ്മുടെ മലയാളം കുർബാന ഉള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ചിലാണ്. ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല 1.25 മണിക്കൂറുണ്ട്. മനുമോള് സുന്ദരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. നോക്കിയേ ഇരിക്കണേട്ടോ. പിന്നെ നീ സുന്ദരിയല്ലേ, പിന്നെ അതിനെന്താ സംശയം. അപ്പൊ ഞങ്ങള് നേരെ ആദ്യം ബാത്തസ്റ്റിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് അപ്പന് 2-3 ദിവസമായി തുടങ്ങി ഒരു സാധനം മേടിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുന്നു. ഓക്കെ, അവൻ്റെ ആഗ്രഹമല്ലേ, അപ്പോൾ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ പോയിട്ട് ആ സാധനം അങ്ങ് വാങ്ങാം. അത് കഴിഞ്ഞിട്ട് ഓറഞ്ചിലേക്ക് പോവാം. ഈ സ്ഥലമൊക്കെ ഓൾറെഡി ഞാൻ വേറെ വീഡിയോയിൽ ഇതിക്ക് മുന്നുള്ള വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് ഈ പോകുന്ന വഴി ഞാൻ കാണിക്കുന്നില്ല. പോണ വഴിയൊക്കെ സെയിം ആ ഒരു വഴി ആയതുകൊണ്ട് അത് കാണിക്കുന്നില്ല. എന്തായാലും നല്ല സൂര്യനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇന്നുണ്ട്. തണുപ്പ് ഇച്ചിരി കുറവുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും വീഡിയോക്കൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. ിലേക്ക് എത്തിയിട്ടോ. ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ JB Hi എത്തും. ഇവിടെ ഇനി നിറയെ വീടുകളും കാര്യങ്ങളും നമ്മള് ബാത്തസ്റ്റിലെത്തിട്ടോ. ഇവിടെ ഈ ഓസ്ട്രേലിയയിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബാക്ക് പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ലെഫ്റ്റിലേക്ക് ഫ്രണ്ടായിട്ട് ടേപ്പറായിട്ട് നമ്മൾ ബാക്ക് പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ മാത്രം പാർക്ക് ചെയ്യാവൂ, അല്ലെന്നുണ്ടെങ്കിൽ ഫൈൻ കിട്ടും. ഇപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളും അങ്ങനെ തന്നെ പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിത് JB Hi നടന്നു വേണ്ട എല്ലാവരും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ബാത്തസ്റ്റ് ടൗൺ. ഇതിങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇതൊരു മാളാണ്. ഇതിനകത്ത് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് JB Hi. നമ്മൾ JB Hi എത്തി. ഇതിൻ്റെ അകത്തേക്ക് കയറാമാണ്.
വീഡിയോ പിടിക്കാമോ എന്നൊന്നും അറിയില്ല, അത് ചോദിച്ചു നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച് വന്ന സാധനം ഈ ഇരിക്കുന്നതാണ് ഗിംബൽ. ഇതാണ് അപ്പുവിൻ്റെ ആഗ്രഹം, ഇതാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. ഇനി അടുത്ത ആഗ്രഹം ഈ ഇരിക്കുന്ന മുതലാണ് ഡ്രോൺ. ഇപ്പം ഇല്ല, എന്തായാലും അധികം താമസിക്കാതെ ഇതും നമ്മൾ സ്വന്തമാക്കും. എന്നിട്ട് വേണം നമ്മൾ ആകാശക്കാഴ്ചകളൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. അപ്പോൾ അടുത്ത ആഗ്രഹം ഇതാണ്. നമ്മുടെ സാധനം പറഞ്ഞത് മേടിച്ചു. ഇതിൻ്റെ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ നമ്മൾ വീട്ടിൽ ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓറഞ്ചിലേക്ക് പോകാം. പള്ളിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ കുറച്ച് ഗ്രോസറി സാധനങ്ങൾ മേടിക്കാനുണ്ട്, അപ്പോൾ അതും കൂടി മേടിച്ചിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ ഓറഞ്ചിലേക്ക്. ഓക്കെ, ഓറഞ്ച് എത്തി. 7 മിനിറ്റ് കൂടിയും ഉള്ളൂ ഗ്രോസറി ഷോപ്പിൽ എത്താനായിട്ട്. ഓറഞ്ച് ആദ്യമായിട്ട് വന്നതാട്ടോ, നല്ല രസമാണ് കാണാനൊക്കെ, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഓറഞ്ചിലോട്ട് വരുന്നത്. വഴിയും നല്ല വഴിയാണ്, നല്ല സുഖം കാണാനും, നല്ല ഭംഗി, നല്ല. പക്ഷേ ഇവിടെ തണുപ്പിച്ചിട്ട് കൂടുതലാണ്. ഇവിടെ 3 ഡിഗ്രി ടെമ്പറേച്ചറാണ്. നമ്മൾ അവിടുന്ന് പോരുമ്പോൾ നമ്മുടെ അവിടെ എത്രയായിരുന്നു ഓർക്കണ്ടോ? ഞാൻ പറഞ്ഞില്ല എത്രയാണ്, 8 ഡിഗ്രി ആയിരുന്നു. ഇവിടെ 3 ആണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് തോന്നുന്നു. പുറത്ത് അറിയില്ല, പുറത്തിറങ്ങുമ്പോഴേ അറിയുള്ളൂ. അല്ലേ? തണുപ്പ് ഉണ്ടോ പുറത്ത്? തണുപ്പില്ല, നല്ല കാറ്റുണ്ട്. വണ്ടി ഇങ്ങനെ ഷെയ്ക്കാവുന്ന പോലെ നല്ല അടിപൊളി കാറ്റാട്ടോ പുറത്ത്. നമ്മളവിടെ മാക്ഡിയിൽ ഇറങ്ങിയപ്പോ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കാറ്റുണ്ടായിരുന്നുകൊണ്ടാന്ന് എനിക്ക് തോന്നുന്നു നല്ല തണുപ്പ് ഫീൽ ചെയ്തു. പക്ഷെ ഇതിപ്പോൾ വണ്ടിയിൽ അറിയില്ല, നല്ല കറക്റ്റ് ക്ലൈമറ്റ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റിലിട്ടേക്കുന്ന കൊണ്ട് അറിയില്ല. പുറത്തിറങ്ങുമ്പോൾ അറിയാം ഓറഞ്ച് ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന്. സെറ്ററൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. തണുപ്പ് വിടാണെങ്കിൽ നമുക്ക് സെറ്റർ ഇട്ടിട്ട് പോവാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഓറഞ്ചും പള്ളിയിൽ എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ പള്ളി, ഇതാണ് നമ്മുടെ ഇടവക പാരീഷ്. അപ്പോൾ ഇനി പള്ളിയുടെ അകത്തേക്ക് പോവാണ്. കുർബാനയാണ്. ഫസ്റ്റ് നമ്മളാണ് വന്നേക്കുന്നത്. ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. ഇനിയൊരു 15 മിനിറ്റ് കൂടി ഉണ്ട് കുർബാന തുടങ്ങാൻ. അപ്പോൾ പള്ളിയുടെ അകത്തേക്ക് പോവാണ്. ജസ്റ്റ് പള്ളിയുടെ അകമൊക്കെ ഒന്ന് കാണിക്കാം. ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടില്ല. കുർബാനയുടെ നേരത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പള്ളിയുടെ അകത്തേക്ക് പോകാം നമുക്ക്. ഓക്കെ,
ഗിംബൽ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അങ്ങനെ അപ്പുവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അപ്പു അത് ഓപ്പൺ ചെയ്യാണ്. ഇതാണ് നമ്മുടെ സംഭവം. ഇനി ഇതെങ്ങനെ ഇരിക്കുന്നു, എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വിശേഷങ്ങൾ നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. മനു ഈ സാധനം കണ്ടിട്ടുണ്ടോ മനു? ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്നാ സംഭവം എനിക്കറിയില്ല. കണ്ടോട്ടോ, ഇതാണ് സംഭവങ്ങൾ.